ഹായ് എക്സലിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിനി നോക്കാൻ പോകുന്നത് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ആണ്. അതായത് എക്സലിലെ കുറച്ച് ഫങ്ഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് സം ഫങ്ഷൻ എന്നത് സെല്ലുകൾ തമ്മിൽ ആഡ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഫങ്ഷനാണ് സം ഫങ്ഷൻ. അതേപോലെ മാക്സ് ഫങ്ഷൻ യൂസ് ചെയ്യുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സെല്ലുകളിലെ ഏറ്റവും വലുത് കാണാൻ വേണ്ടി, ഏറ്റവും വലിയ സംഖ്യ കാണാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്ന ഫങ്ഷനാണ് മാക്സ് ഫങ്ഷൻ. അതുപോലെ മിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത സെല്ലുകളിലെ ഏറ്റവും ചെറിയ സംഖ്യ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ ആവറേജ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് ആവറേജ് കാണാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ കൗണ്ട് എ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് എത്ര എണ്ണം ഉണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കൗണ്ട് എ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റുകളാണ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൗണ്ട് എ ഫംഗ്ഷൻ ഉപയോഗിക്കും. നമ്പേഴ്സ് ആണ് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ കൗണ്ട് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഇത് നമ്മൾ എങ്ങനെ എക്സലിനകത്ത് ചെയ്യാൻ നോക്കാം. അത് ഞാനൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ പ്രൊഡക്റ്റ്, ക്വാണ്ടിറ്റി, പ്രൈസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ബാലൻസുകളെല്ലാം തമ്മിൽ കൂട്ടണം ഇവിടെ. അപ്പോൾ നമ്മൾ നോർമലി സമം കൊടുത്തതിന് ശേഷം ഓരോ സെല്ലുകളും തമ്മിൽ നമ്മളിതിനെ ക്ലിക്ക് ചെയ്യും, പ്ലസ് കൊടുക്കും, അടുത്ത സെല്ല് ക്ലിക്ക് ചെയ്യും, പ്ലസ് കൊടുക്കും, അടുത്ത സെല്ല് ക്ലിക്ക് ചെയ്യും, അങ്ങനെയാണ് ചെയ്യുക. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യണമെങ്കിൽ ഈക്വൽ ടു എന്ന് കൊടുത്തിട്ട് സം എന്ന് കൊടുത്താൽ മതി. സം എന്ന് കൊടുത്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഈ ബാലൻസുകളെല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം തമ്മിൽ കൂട്ടിയിട്ടുള്ള ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ ഓരോ സെല്ലും ഇൻഡിവിജ്വലായിട്ട് ആഡ് ചെയ്യുന്നതിന് പകരം ഒരൊറ്റ സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റും സം ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട്. അപ്പോൾ സം ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് നമ്മൾ സെലക്ട് ചെയ്ത സെല്ലുകളിലെ മൊത്തം സംഖ്യകളും തമ്മിൽ കൂട്ടിയിട്ടുള്ള ആൻസർ നമുക്ക് കിട്ടും. അതുപോലെ ഇവിടെ ഞാൻ മാക്സിമം ആണ് കാണുന്നത്, മാക്സിമം ടോട്ടൽ, ഏറ്റവും വലിയ ടോട്ടലാണ് കാണുന്നത്. ഈക്വൽ ടു മാക്സ് എന്ന് കൊടുത്തതിന് ശേഷം ടോട്ടൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടലിലെ ഏറ്റവും വലിയ സംഖ്യ നമുക്ക് കിട്ടും. നമ്മൾ സെലക്ട് ചെയ്ത സെൽ റേഞ്ചിനകത്ത് നിന്ന് ഏറ്റവും വലിയ സംഖ്യ കിട്ടും. ഏറ്റവും ചെറിയ സംഖ്യയാണ് കാണുന്നത്. മാക്സ് ഫംഗ്ഷൻ്റെ ഓപ്പോസിറ്റാണ് മിൻ ഫംഗ്ഷൻ. മിനിമത്തിൻ്റെ ഷോർട്ടായിട്ട് മിൻ എന്നാണ് കൊടുക്കുക. ഈക്വൽ ടു മിൻ എന്ന് കൊടുത്തിട്ട് നമ്മൾ ടോട്ടൽ എല്ലാം സെലക്ട് ചെയ്യേണ്ടത് മിനിമം ഓഫ് പ്രൈസ് എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രൈസാണ് സെലക്ട് ചെയ്യേണ്ടത്. പ്രൈസ് സെലക്ട് ചെയ്തു, എൻ്റർ ചെയ്തു. ഏറ്റവും ചെറിയ പ്രൈസ് കിട്ടി, ഏറ്റവും ചെറിയ പ്രൈസ് കിട്ടി. ഇനി ആവറേജ് ആണ് കാണേണ്ടത്. ഈക്വൽ ടു ആവറേജ് എന്ന് മുഴുവനായിട്ട് ടൈപ്പ് ചെയ്യണം. ആവറേജ് എന്ന് മുഴുവനായിട്ട് ടൈപ്പ് ചെയ്യണം. എന്നിട്ട് ആവറേജ് ഓഫ് ടോട്ടലാണ്. അപ്പോൾ ടോട്ടലിലെ ആവറേജ് ആണ് കാണേണ്ടത്. ടോട്ടൽ ആവറേജ് കണ്ടു. അടുത്തത് കൗണ്ട് ദ നമ്പർ ഓഫ് ഐറ്റംസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈക്വൽ ടു കൗണ്ട് എന്ന് കൊടുക്കുക, കൗണ്ട് എ എന്ന് കൊടുക്കുക. നമ്മൾ ടെക്സ്റ്റാണ് സെലക്ട് ചെയ്യുന്നത്. കൗണ്ട് എ എന്ന് കൊടുക്കുക. എന്നിട്ട് ടെക്സ്റ്റുകൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര എണ്ണം കിട്ടും, പ്രൊഡക്റ്റ് എത്ര എണ്ണം ഉണ്ടെന്ന് കിട്ടും.